നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറെ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരു മോഷണം നടന്നു എന്നുള്ളത്. പത്മനാഭൻ്റെ ശ്രീകോവിലിന് വേണ്ടി വെച്ചിരുന്ന സ്വർണ്ണദണ്ട് അത് കാണുവാനില്ല. അതീവ സുരക്ഷയുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും എങ്ങനെയാണ് സ്വർണം നഷ്ടമായത്? അത് ബന്ധപ്പെട്ടുള്ള പോലീസിൽ പരാതി നൽകിയിരുന്നു. പരിശോധന ഇപ്പോഴും തുടരുകയാണ്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രധാനമായും പരിശോധന നടത്തുന്നത്. ശ്രീകോവിലിലെ വാതിലിൽ പൂശാനായി കരുതിയിരുന്ന സ്വർണ്ണമാണ് 107 ഗ്രാം സ്വർണ്ണമാണ് കാണാതായിരിക്കുന്നത്. ശനിയാഴ്ച രാവിലെയാണ് ഈ സംഭവം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പലതരത്തിലുള്ള അറ്റകുറ്റപ്പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ശ്രീകോവിൽ പൂശാനായി സൂക്ഷിച്ച സ്വർണ്ണത്തിൽ 13 പവന്റെ കുറവ് കണ്ടെത്തിയത്. പണി ആവശ്യത്തിനായി എടുക്കാനായി രാവിലെ സ്ട്രോങ് റൂം തുറന്ന് പരിശോധിച്ചപ്പോൾ ഈ സ്വർണം അവിടെ കാണുവാനില്ല എന്ന് മനസ്സിലാക്കി. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും സ്ട്രോങ് റൂമിൽ നിന്നാണ് സ്വർണം നഷ്ടപ്പെട്ടതെന്നത് വ്യക്തം. മെയ് 7-ാം തീയതി വൈകുന്നേരം പണി അവസാനിപ്പിക്കുമ്പോൾ ബാക്കി വന്ന സ്വർണം തൂക്കി നോക്കി സ്ട്രോങ് റൂമിൽ വെക്കുന്ന സമയത്ത് ഇപ്പോൾ നഷ്ടപ്പെട്ടതായി പറയുന്ന ഈ നീണ്ട രൂപത്തിലുള്ള ദണ്ട് രൂപത്തിലിരിക്കുന്ന സ്വർണം അവിടെ ഉള്ളതായി CCTVയിൽ വളരെ വ്യക്തമായി കാണാം. ഒരു നേർത്ത സൂചി പോലെയാണ് ഇതിരിക്കുന്നത്. സ്ട്രോങ് റൂമിൽ വിലപിടിപ്പുള്ള ഒട്ടനവധി വസ്തുക്കളുമുണ്ട്. അവയൊന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഇത് വലിയൊരു മോഷണ ശ്രമമല്ല എന്ന് വ്യക്തമാകുന്നു. ഒന്നുകിൽ ഇത് മറ്റെവിടെയോ വെച്ചു മാറിയിരിക്കുന്നു, അതല്ലെങ്കിൽ ഇത് മാത്രമായി മോഷ്ടിക്കാൻ ആരോ ശ്രമിച്ചിരിക്കുന്നു. അതെന്തായിരുന്നാലും കള്ളൻ പുറത്തല്ല കപ്പലിൽ തന്നെ എന്നുള്ള ഒരു നിലപാടിലേക്കും എത്തുന്നു. നീഡിൽ രൂപത്തിലുള്ള സ്വർണ്ണമായതുകൊണ്ട് തന്നെ സ്ട്രോങ് റൂമിലെ മറ്റു വസ്തുക്കൾക്കിടയിൽ, മറ്റ് സാധനങ്ങൾക്കിടയിൽ ഒരുപക്ഷെ കുടുങ്ങിപ്പോയേക്കാം. അതിനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് പൂർണ്ണമായി അത് പരിശോധിച്ച് മാത്രമേ ഒരു തീർപ്പ് വരുത്താനായി സാധിക്കൂ. അതുകൊണ്ട് തന്നെ ഈ നടന്നത് മോഷണ ശ്രമമാണെന്ന് പൂർണ്ണമായും പറയാൻ സാധിക്കില്ല എന്നാണ് പോലീസും പറയുന്നത്. ക്ഷേത്രത്തിലും പരിസരത്തുമുള്ള CCTVകൾ കേന്ദ്രീകരിച്ചാണ് ഫോർട്ട് പോലീസ് ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുള്ളത്. സ്ട്രോങ് റൂമിൽ നിന്നും സ്വർണം പുറത്തു പോയിട്ടില്ല എന്ന നിഗമനത്തിൽ പോലീസും അതുപോലെ ക്ഷേത്രത്തിലെ മറ്റ് സുരക്ഷാ ജീവനക്കാരും നിലകൊള്ളുന്നു. ഇനിയിപ്പോൾ അത് മറിച്ചാണെങ്കിൽ സംഭവിച്ചിരിക്കുന്നത് വളരെ വലിയൊരു സുരക്ഷാ വീഴ്ച തന്നെയാണ്. കാരണം അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്ട്രോങ് റൂമിൽ നിന്നും ഒരു വസ്തു നഷ്ടപ്പെട്ടിരിക്കുന്നു. അതും ഒരു സ്വർണം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഗുരുതരമായ സുരക്ഷാ വീഴ്ചയായി തന്നെ ഇതിനെ ഉയർത്തിക്കാട്ടേണ്ടതുണ്ട്. ഇത് കാര്യങ്ങളുടെ ഗൗരവത്തെ വർദ്ധിപ്പിക്കുന്നു, ആക്കം കൂട്ടുന്നു. മാസങ്ങൾക്ക് മുൻപായിരുന്നു ക്ഷേത്രത്തിലെ ഒരു പാത്രം സമാനമായ രീതിയിൽ മോഷണം പോയതായി റിപ്പോർട്ട് പുറത്തു വന്നത്. സംഭവത്തിൽ ഹരിയാന, ബീഹാർ സ്വദേശികൾ ഉൾപ്പെടെ 3 പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ അന്ന് നടന്നത് മോഷണമല്ലെന്നും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലായ ഹരിയാന സ്വദേശികൾക്ക് മോഷണവുമായി ബന്ധമില്ലെന്നും പോലീസ് കണ്ടെത്തി. പുരാവസ്തു വിഭാഗത്തിൽപ്പെട്ട ഒരു പാത്രം അബദ്ധത്തിൽ മറ്റൊരാൾ എടുത്തു കൊടുത്തതാണെന്ന് ഹരിയാന സ്വദേശികൾ മൊഴി കൊടുത്തു. ആ മൊഴി ശരിയാണെന്ന് പിന്നീട് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുകയും ചെയ്തു. വിദേശികളായ ഇവർ പല ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും എത്തിയത്. ഒക്ടോബർ 13-ാം തീയതി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സന്ദർശനത്തിനെത്തിയപ്പോഴാണ് പാത്രം കാണാതായത്. അവരുടെ കയ്യിലുണ്ടായിരുന്ന പൂജാ സാമഗ്രികൾ അടങ്ങിയ പാത്രം നിലത്ത് വീണപ്പോൾ അത് പകരമായി നൽകിയത് മറ്റൊരു പാത്രമായിരുന്നു. പിന്നീട് ആ പാത്രവുമായി ഇവർ പുറത്തേക്ക് ഇറങ്ങി. ഈ സംഭവത്തിന് പിറകെ ക്ഷേത്രത്തിലെ സുരക്ഷയെ സംബന്ധിച്ചുള്ള വിമർശനം വലിയ തോതിലാണ് ഉയർന്നത്. അതിന് പിറകെയാണ് പുതിയ മോഷണത്തെക്കുറിച്ചുള്ള വാർത്തയും വലിയ തോതിൽ അലയടിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.